ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്ക് ആന്റണി സിനിമയ്ക്ക് ശേഷം ആദിക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഗുഡ് ബാഡ് അഗ്ലി സിനിമ കണ്ടു കഴിഞ്ഞു. അടിപൊളി എക്സ്പീരിയൻസ് വരുന്ന അട്ടാറ് വൈബ് മൂവി. ഒന്നും നോക്കണ്ട, നേരെ സിനിമ കാണാൻ പോവുക, കണ്ടിരിക്കുക, വൈബ് പിടിക്കുക, തിരിച്ചു പോരുക. അല്ലാണ്ട് ലോജിക്കൽ സംഭവങ്ങളൊന്നും നോക്കണ്ട. എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഒരു വൈബ് മൂഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ആ ഒരു എക്സ്പീരിയൻസ് തരുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ നമ്മുടെ അജിത്താണ് സിനിമയ്ക്കകത്ത് നായകനായിട്ട് വന്നിട്ടുള്ളത്. പുള്ളി ഈ വർഷം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ വിടാമുയർച്ചയായിരുന്നു, പക്ഷേ അത് ഫ്ലോപ്പ് ആയി പോയി. ആ ഒരു പരാജയമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇറങ്ങുന്ന സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. എന്തായാലും സിനിമ പരാജയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഫാൻസിനൊക്കെ ഒരുപാട് നല്ല രീതിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള മൂവിയാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർ നല്ല രീതിക്ക് സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള സിനിമ കൂടിയാണ്. ഈ ഒരു വിഷുക്കാലത്ത് നമ്മുടെ മലയാള സിനിമകളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് അഭിപ്രായം നേടാൻ പറ്റിയിട്ടുള്ള, നമ്മുടെ ഇക്കയുടെ സിനിമയെ പോലും സൈഡാക്കിയിട്ടുള്ള മൂവി കൂടിയാണ്. ഇക്കയുടെ സിനിമ എന്നല്ല, മലയാളത്തിൽ വന്നിട്ടുള്ള മറ്റു മൂവീസിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന മൂവിയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് സിനിമയുടെ കഥയും പോകുന്നത്. നായകനായിട്ടുള്ള അജിത്ത് ചെയ്യുന്ന കഥാപാത്രം ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. AK എന്നാണ് പേര്. അപ്പം ഈ ക്യാരക്ടർ എന്ത് ചെയ്യാണ്, നന്നാവാൻ വേണ്ടി, ഗുഡ് ആവാൻ വേണ്ടിയിട്ട് 17 വർഷം, സ്വന്തം മകന് വേണ്ടിയിട്ട് 17 വർഷം ജയിലിനകത്ത് പോയി താമസിക്കുന്നു. അവിടുന്ന് പുറത്തിറങ്ങേണ്ടി വരുന്ന അയാൾക്ക് പിന്നീട് ബാഡ് ആകേണ്ടി വരുന്നു. അധോലോക നായകന്മാരുമായിട്ട് പോരാടേണ്ടി വരുന്നു. അതിനുശേഷം പിന്നെ പുള്ളിക്ക് അങ്ങ് അഗ്ലി ആവേണ്ടി വരുവാണ്. പുള്ളി അങ്ങ് മാക്സിമം അഴിഞ്ഞാടാണ്, അഗ്ലിയായിട്ട് മാക്സിമം അഴിഞ്ഞാടാണ്. ഈ അധോലോക നായകന്മാരെ മുഴുവൻ കൊന്നൊടുക്കി തുരത്തി ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പേരിനോട് നീതി പുലർത്തുന്ന രീതിക്ക് ഭയങ്കര കളർഫുൾ ആയിട്ട്, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് മൂവി മുഴുവൻ എടുത്തു വെച്ചിട്ടുള്ളത്. മൂവി മാത്രമല്ല, നമ്മുടെ അജിത്തിന്റെ ക്യാരക്ടറും അങ്ങനെയാണ്. ഭയങ്കര രസമാണ് കണ്ടിരിക്കാന്. പുള്ളിയുടെ ആ ഒരു ഹൈ എനർജി ലെവൽ സംഭവമുണ്ട്. ഭയങ്കര എനർജിയാണ് പുള്ളിക്ക്. ആ ഒരു എനർജി ലെവലൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ തിയേറ്റർ മൊത്തം കീഴടക്കിയ അവസ്ഥയാണ്. സ്ക്രീൻ പ്രസൻസ്, സ്വാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതാണ്. നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്കകത്തെ അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുത്ത മുരളി ഗോപിയൊക്കെ ശരിക്കും കാണേണ്ടത് ഇതുപോലെയുള്ള അജിത്തിന്റെ ഇത്തരം സിനിമകളാണ്. കാരണം എങ്ങനെയാണ് ഒരു ഗാങ്സ്റ്ററിനെ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ അടിപൊളി ലെവലിലേക്ക് എത്തിക്കേണ്ടതെന്നൊക്കെ ഇത്തരം സിനിമകൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. മാർക്ക് ആന്റണി ഡയറക്ട് ചെയ്തിട്ടുള്ള ഡയറക്ടർ ആണല്ലോ ഇപ്പൊ നമ്മുടെ ആദിക് രവിചന്ദ്രൻ. അപ്പൊ മാർക്ക് ആന്റണി സിനിമ തന്നെ അടിപൊളിയായിട്ട് ഭയങ്കര കളർഫുൾ ആയിട്ട് എടുത്തു വെച്ച മൂവിയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയും ചെയ്തിട്ടുള്ളത്. ഭയങ്കര സ്റ്റൈലിഷ് ആണ്. പക്ഷെ മാർക്ക് ആന്റണി സിനിമ പോലെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. ഇതിലേക്ക് വരുന്ന സമയത്ത് തിരക്കഥ ഭയങ്കര ദുർബലപ്പെട്ടതാണ്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നേ അല്ല. ആ തിരക്കഥയിലേക്കൊന്നും നോക്കാനുള്ള സമയമോ സാവകാശമോ ഒന്നും നമുക്ക് തരുന്നില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇത് ഓരോ സിനിമക്കാരും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ദുർബലപ്പെട്ട ഒരു തിരക്കഥ കയ്യിൽ കിട്ടുന്നു, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ബലമില്ലാത്ത ഒരു തിരക്കഥ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും എങ്ങനെയാണ് ഒരു സിനിമ അടിപൊളിയായിട്ട് മേക്ക് ചെയ്യേണ്ടത്, പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതെന്ന് ഈ ഒരു മൂവി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മുടെ അധോലോക നായകന്മാർ തമ്മിലുള്ള ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ അർജുൻ ദാസ് ആണ് പുള്ളിയുടെ, നമ്മുടെ അജിത്തിന്റെ ഓപ്പോസിറ്റുള്ള ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത്. ഈ അജിത്തിന്റെ അതേപോലെ തന്നെയാണ് അർജുൻ ദാസും. കട്ടയ്ക്കാണ് നിന്നിട്ടുള്ളത്. ഗംഭീര പെർഫോമൻസ്, അടിപൊളി പെർഫോമൻസ് ആണ്. അതുപോലെ ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ അജിത്തിന്റെ പഴയകാല സിനിമകളുടെ റെഫറൻസ് വന്നിട്ടുണ്ട്, പഴയകാല ഡയലോഗ്സ് വന്നിട്ടുണ്ട്, റെട്രോ ഗാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാസ് ടെംപ്ലേറ്റ് ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു മൂവി ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നായികയായിട്ട് വരുന്നത് തൃഷയാണ്. ഈ അജിത്ത് തൃഷ കോമ്പിനേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇവരുടെ പണ്ടത്തെ സിനിമയിലെ പാട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ സംഭവം വരുന്നുണ്ട്. ആ ഒരു മൂഡിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ക്യാമിയോ റോളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ സിമ്രാൻ വരുന്നുണ്ട്, ഉഷ ഉതുപ്പ് വരുന്നുണ്ട്, ജാക്കി ഷെറോഫ് വരുന്നുണ്ട്. അങ്ങനെ കുറെ പേര് അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ മലയാളത്തിൽ നിന്ന് 2 താരങ്ങളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഒന്ന് ഷൈൻ ടോം ചാക്കോ ആണ്, മറ്റൊന്ന് നമ്മുടെ പ്രിയ വാര്യർ ആണ്, നമ്മുടെ അഡാർ ലവിലെ. ഈ ഷൈൻ ടോം ചാക്കോ വന്ന് നിൽക്കുമ്പോൾ പുള്ളിക്ക് ആകെ ഒരു 5 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഉണ്ടല്ലോ, ആ തിയേറ്ററിലുള്ള ഒരു കൂട്ട കയ്യടി ഉണ്ട് പുള്ളിയെ കാണുന്ന സമയത്ത്. എച്ചാതി ലെവലിലാണ് പുള്ളി വരുന്നതെന്നറിയോ. പുള്ളി വന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ഒക്കെ തകർക്കാണ്. ആ സ്ക്രീനകത്ത് കിടന്നിട്ട് പുള്ളി അങ്ങ് അഴിഞ്ഞാടുകയാണ്. അഭിനയിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അഴിഞ്ഞാടുന്ന അവസ്ഥയില്ല, ആ അവസ്ഥയായിരുന്നു. പുള്ളി അതിങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് ചെയ്ത് പുള്ളി പോയി. 5 മിനിറ്റ് കൊണ്ട് പുള്ളി പോയി. പക്ഷെ കണ്ടവരാരും പുള്ളിയുടെ ക്യാരക്ടർ മറക്കില്ല. അങ്ങനെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ളത് വേറെ ആരോ ആണ്. ഏതായാലും ഡബ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മാറ്റിപ്പിടുത്തം നടത്തിയത് നല്ല കാര്യമാണ്. മിനിമം ആളുകൾക്ക് ഡയലോഗ് മനസ്സിലാവുമല്ലോ. പിന്നെ പ്രിയ വാര്യരുടെ കാര്യം വരുമ്പോൾ പുള്ളിക്കാർ ഇതിനകത്ത് ചെയ്തിട്ടുള്ള ക്യാരക്ടർ അത്യാവശ്യം പുള്ളിക്കാർക്ക് ചെയ്യാനുള്ള ക്യാരക്ടറാണ്. ആ ഒരു സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരുടെ അഭിനയത്തിൽ കാര്യമായിട്ടൊന്നുമില്ല, വലിയ മാറ്റങ്ങളൊന്നുമില്ല.
ഇവിടെ ചെയ്തിട്ടുള്ള സിനിമകളിലെ പോലെ തന്നെ പുള്ളിക്കാരുടെ പെർഫോമൻസ് അവിടെ വരുന്നുള്ളൂ. പക്ഷെ ഇതിൽ ഭാഗ്യം എന്താന്ന് വെച്ചാൽ തമിഴ് ഇൻഡസ്ട്രിക്കകത്ത് വലിയൊരു ടീമിന്റെ ഭാഗമായിട്ട് അവരുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പുള്ളിക്കാർക്ക് പറ്റി. തമിഴ് പ്രേക്ഷകരിലേക്ക് പുള്ളിക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഇറങ്ങി ചെല്ലാൻ പറ്റി എന്നുള്ളതാണ് പുള്ളിക്കാർക്ക് ഈ മൂവിയിലൂടെ കിട്ടിയിട്ടുള്ള ഒരു നേട്ടം. അല്ലാണ്ട് അഭിനയം നോക്കുകയാണെങ്കിൽ സീരിയസ്ലി പുള്ളിക്കാർക്ക് കാര്യമായിട്ട് അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ ഒരു ഭയങ്കരമായിട്ട് എല്ലാ സിനിമകളിലും കണ്ട പോലെ തന്നെ ഉള്ളൊരു ആവർത്തന വിരസതയാണ് ഇതിലും കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ അജിത്തിന്റെ പരമശിവൻ, ദീന, മങ്കാത്ത തുടങ്ങിയ സിനിമകളില്ലേ, അത്തരം സിനിമകളുടെ ഒക്കെ മാക്സിമം പറ്റാവുന്നിടത്തോളം റെഫറൻസുകൾ ഈ മൂവിയിലും കൊണ്ടുവന്നിട്ടുണ്ട്, പാട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ മലേഷ്യൻ തമിഴ് റാപ്പർ ആയിട്ടുള്ള ഡാർക്കി നാഗരാജയുടെ പുലി പുലി എന്ന് പറയുന്ന ഗാനത്തിന്റെ റീമിക്സ് ഈ മൂവിക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 3 വമ്പൻ അതിഥി താരങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്രാഫിക്സിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ കുറെ മസാല സംഭവങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡപ്പാങ്കുത്ത് സംഭവങ്ങൾ ആ ഒരു മൂഡിലൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബേബി ടൈസൺ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് സുനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കോമഡി ആക്ഷൻ ഒക്കെ ചെയ്തിട്ട് പുള്ളി അത്യാവശ്യം നല്ല കയ്യടി നേടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ അജിത്തിന്റെയും തൃഷയുടെയും മോനായിട്ട് വന്നിട്ടുള്ളത് കാർത്തികേയ ദേവാണ്. നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്കകത്ത് പൃഥ്വിയുടെ ക്യാരക്ടറിന്റെ കുട്ടിക്കാലമായിട്ട് ചെയ്ത ആ പയ്യനാണ്. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നെസ്ലിന് വേണ്ടി മാറ്റിവെച്ച ക്യാരക്ടർ ആയിരുന്നു. പക്ഷേ പുള്ളിയുടെ പല കാരണങ്ങൾ കൊണ്ട്, തിരക്കുകൾ കാരണോ എന്തൊക്കെയോ കാരണം കൊണ്ട് ഈ ക്യാരക്ടർ ഈ പയ്യനും എത്തുമായിരുന്നു. അപ്പൊ ആ പയ്യൻ നല്ല രീതിക്ക് ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പം ഇതിന്റെ GOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അഭിനന്ദൻ രാമാനുജനാണ്. പുള്ളിക്കാരനാണ് നമ്മുടെ മാർക്ക് ആന്റണി സിനിമയ്ക്കകത്തും GOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ആദിക് രവിചന്ദ്രനും പുള്ളിയും തമ്മിലുള്ള ആ ഒരു കോംബോ ആ സമയം തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു വർക്ക് നമുക്ക് കണ്ടാൽ അറിയാം, ഒരു പവർ മൂഡ് നിലനിർത്താൻ കഴിയുന്ന രീതിയിലുള്ള വർക്കാണ്. അപ്പൊ മാർക്ക് ആന്റണിയിൽ കണ്ടിട്ടുള്ള അതേ ഒരു പവർ മൂഡ് ഈ സിനിമയ്ക്കകത്തും കൊണ്ടുവരാൻ GOPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വിജയ് വേലുക്കുട്ടിയാണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. 139 മിനിറ്റ് ആണ് ഈ സിനിമ ഉള്ളത്. ഒരിടത്ത് പോലും ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിക്കാണ് പുള്ളിക്കാരൻ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. സോ സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ ആദിക് രവിചന്ദ്രന്റെ തൊട്ട് മുൻപുള്ള മാർക്ക് ആന്റണി സിനിമയുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് എത്തിയിട്ടില്ലെങ്കിലും ഒരു പവർ മൂഡ് നിലനിർത്താൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ മാസ് മസാല എന്റർടൈൻമെന്റ് മൂവികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ഈ സിനിമ അത്തരം ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ അജിത്തിന്റെ മങ്കാത്ത എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു ഹൈ എനർജി ലെവലിൽ പുള്ളിയെ കാണാൻ പറ്റിയിട്ടുള്ള മൂവിയാണ് ഗുഡ് ബാഡ് അഗ്ലി.